ശബരിമല സന്നിധാനത്ത് ശരണാരവ മുഖരിതമായി പർണശാലകൾ. മകരജ്യോതി ദർശിക്കാൻ എത്തിയ ഭക്തർ പർണശാലകൾ ഒരുക്കി സന്നിധാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിരിവെച്ചിരിക്കുകയാണ്. പർണശാലകളിൽ പാചകം പാടില്ലെന്ന കർശന നിർദ്ദേശമാണ് വനം വകുപ്പ് നൽകിയിട്ടുള്ളത്. പച്ചിലകളും മരച്ചില്ലകളും ഒക്കെ ചേർത്തുവെച്ചുള്ള പരമ്പരാഗത പർണശാലകൾ കാണാനില്ല. പ്ലാസ്റ്റിക്കും പടുതയും തുണിയുമൊക്കെ കൊണ്ട് നിർമ്മിച്ചവയാണിന്നേറെയും. പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന മകരവിളക്ക് തൊഴണം. തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കണം. അതിനീ പരിമിതികളൊന്നും ഇവർക്ക് പ്രശ്നമേയല്ല. പല ദേശം താണ്ടി വന്നവർ ഒരു മനസ്സോടെ ആ പുണ്യനിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. അതെ അതെ, ഞങ്ങള് 16 ആള്, 19 ആള്. വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, സുഖമായി, സന്തോഷായി, സൗകര്യമൊക്കെ കിട്ടി, നന്നായി. ഭഗവാനെ കണ്ട സന്തോഷായി. മകരവിളക്ക് കഴിഞ്ഞിട്ട് പോവാ. മകരവിളക്ക് കഴിഞ്ഞിട്ട് പിറ്റന്നാൾ ഇറങ്ങണല്ലോ. സന്തോഷായി. പരിമിതികളിലും ആവും വിധം ക്രമീകരണങ്ങൾ ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ടെങ്കിലും അസൗകര്യങ്ങളിലെ അതൃപ്തി ചിലർ തുറന്നടിക്കുന്നു. இங்கே சௌரியங்கள் பத்தாது. சௌரியங்கள் சுத்த சௌரியங்கள் கிடையாது. மெயின் அன்னதானம். மற்ற கடையில் உள்ள விலைவாசி ஜாஸ்தி. எதுன்னு தொட்டாலும் 100 ரூபாய். 100 ரூபாய்க்கு குறைவில்லாத ஐட்டம் எதுவும் கிடையாது. சாயா 13 ரூபாய்க்கு வித்த சாயா 20 ரூபாய். பாத்ரூம் 20 ரூபாய். எதுனுமே 20 ரூபா தான். இது கவர்மெண்ட் திருவிதாங்கூர் தேவஸ்வம் போர்டு இந்த விலைவாசியின் குறைவு பக்தர்களுடைய கவனத்துக்கு கொண்டு போய் விலைவாசி உயர்வை கண்டிச்சு நல்ல ஒரு பக்தர்கள் வரும் சௌகரியங்களை செய்തു തരുമാറ് അൻപോടും കേട്ടുകൊള്ളുന്നു. മകരവിളക്ക് ദർശിക്കാനെത്തുന്ന ഭക്തർ സന്നിധാന പരിസരത്ത് ഭക്ഷണം പാകം ചെയ്യുന്നതിന് അടുപ്പ് കൂട്ടരുതെന്ന കർശന നിർദ്ദേശമുണ്ട്. പകരം പാണ്ടിത്താവളത്തിലും സമീപ വ്യൂ പോയിന്റുകളിലും തമ്പടിക്കുന്ന ഭക്തർക്കായി ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അന്നദാന വിതരണം നടത്തും. ഇതിനായി പാണ്ടിത്താവളത്തിൽ 2 താൽക്കാലിക അന്നദാന മണ്ഡപങ്ങളും സജ്ജമാക്കി കഴിഞ്ഞു. പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന പുണ്യജ്യോതി ദർശിക്കാൻ ശരണാരവങ്ങളോടെ പർണശാലകളിൽ ഇന്നേ കാത്തിരിപ്പ് തുടങ്ങുകയാണ് ഈ അയ്യപ്പ ഭക്തന്മാർ. പണ്ടിത്താവളത്തിൽ നിന്നും രാജേഷ് താവലോട്ടിനൊപ്പം സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്, സന്നിധാനം.